അസ്സലാമു അലൈക്കും. ഹേ ഗൈസ്, സൃഷ്ടിസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയുമായി ഷംനി. ഇന്ന് നമുക്കൊരു പൊതി ബിരിയാണി കഴിച്ചാലോ? വാട്ടിയ വാഴയിലയിൽ നല്ല ചൂട് ആവി പറക്കുന്ന ഒരു ഉഗ്രൻ ചെമ്മീൻ ബിരിയാണി. ബിരിയാണി തയ്യാറാക്കാനായിട്ട് 3 സ്റ്റെപ്സാണ്. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കണം, പിന്നെ ഗീ റൈസ് തയ്യാറാക്കണം, പിന്നെ ഇത് ദമ്മിട്ട് സെറ്റാക്കണം. ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് ഒരു 20 to 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനുകൾ കുറേശ്ശെയായി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് മൂടി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ചെമ്മീനുകളും കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കാനായിട്ട് ഈ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു 4 വലിയ സവാള കനം കുറഞ്ഞരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഒരു 10-15 ചെറിയ ഉള്ളി, 1 കുടം വെളുത്തുള്ളി, ഒരു മീഡിയം പീസ് ഇഞ്ചി, ഒരു 10-12 പച്ചമുളക് എല്ലാം ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറി വരുമ്പോൾ 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ ക്രഷ് ചെയ്തതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പ്രോൺസിൻ്റെ ഒരു ഫ്ലേവർ വരാനായിട്ടാണ്. ഇനി മല്ലിയില, പുതിനയില നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഒന്ന് അരിഞ്ഞ് ചേർക്കാം. ഞാൻ പക്ഷേ ഇതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ചുരുക്കി മൂടി വെച്ച് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു സവാളയുടെ പകുതി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. 4 കപ്പ് അരി വേവിക്കാനായിട്ട് 8 കപ്പും ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് നന്നായി തിളയ്ക്കുമ്പോൾ കഴുകി വെച്ച അരി ലൈം ജ്യൂസും ചേർത്ത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ദാ നെയ്ച്ചോറ് റെഡിയായി. ഇനി ദം ഇടാനായിട്ട് ഒരു ചുവട് കെട്ടിയുള്ള പാത്രം ചൂടാക്കി അതിന് മുകളിൽ ദമ്മിടുന്ന ചെമ്പ് വെച്ച് അതിൽ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് ആദ്യത്തെ ലെയർ മസാല ചേർക്കാം. അതിൻ്റെ അടുത്ത ലെയർ തയ്യാറാക്കി വെച്ച് നെയ്ച്ചോറ് ചേർക്കാം. അങ്ങനെ ഓരോ ലെയറും സെറ്റാക്കാം. അവസാനം പൊരിച്ചു കോരിയ സവാളയും കശുവണ്ടിയും കിസ്മിസും എല്ലാം ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം. അപ്പോൾ അതേ നമ്മളുടെ ഒരു കിടിലൻ ചെമ്മീൻ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഇലയിൽ പാഴ്സലാക്കാം. അതിനായിട്ട് ഒരു കഴുകി വെച്ച വാഴയില ചൂടാക്കിയെടുക്കുക. അതിൽ ചോറൊന്ന് സെറ്റ് ചെയ്യുന്നു. ഇനി ഇതൊന്ന് നന്നായി പൊതിഞ്ഞ് നന്നായി കെട്ടിവെക്കാം. ഇത് ഒരു ചട്ടിയിൽ ചൂടാക്കി ആവി കയറ്റാം. ഇപ്പോഴിതാ ഒരു നല്ല ആവി പറക്കുന്ന ഒരു കിടിലൻ ചെമ്മീൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.